മനസ്സിലൊരു മഴവില്ലിൽ ഇന്ന് നമുക്ക് വളരെ വിശേഷപ്പെട്ട ഒരു അതിഥിയാണ്. കേരളം മുഴുവൻ അറിയപ്പെടുന്ന, നമുക്കൊക്കെ വളരെ പ്രിയപ്പെട്ട ഒരു വലിയൊരു സംഗീത കുടുംബം എന്ന് പറയാം. മക്കളൊക്കെ വന്നിട്ടില്ല എങ്കിലും ഇവരെല്ലാവരും സംഗീതവുമായി ബന്ധപ്പെട്ടവരാണ്. പ്രശസ്തനായ സംഗീത സംവിധായകൻ ശ്രീറാം, പാലക്കാട് ശ്രീറാം, ഭാര്യ ബേബി. നമസ്കാരം. നമസ്തേ. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷങ്ങൾ. എല്ലാവരും കൂടെയാണ് വന്നിരിക്കുന്നത് അല്ലേ, കുടുംബം എല്ലാം? അതെ, മക്കളെയും കൂടെ കാണാമായിരുന്നു. അതെ, നമുക്ക് ഈ ഒരു ടോക്ക് ഷോൻ്റെ ഒരു രീതി നമുക്കെല്ലാവരും മക്കളെയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ അവരും ഇപ്പോൾ വലിയ കുട്ടികളായില്ലേ, അപ്പോൾ അവർക്കുള്ള ഷോസ് അവർക്ക് തന്നെ ഉണ്ട്. കാരണം ഇത് നമ്മൾ തമ്മിൽ മാത്രം മതി എന്നുള്ളൊരു നമുക്കൊരു ചെറിയ പാട്ട് പാടി തുടങ്ങാം. ഓ തീർച്ചയായിട്ടും. രണ്ടുപേരും ചേർന്ന് പാടും? ചേർന്ന് പാടാറുണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു ഗസൽ, അദ്ദേഹം ഗസൽ എഴുതാറുണ്ട്. ആണോ? എഴുതി കമ്പോസ്. അപ്പോൾ ബേബി എഴുതിയിട്ട് ട്യൂൺ ചെയ്തതാണ്. അതെയോ? ഓ വെരി ഗുഡ്. കേൾക്കാം. रात दिन गुजर गए परेशान से दो घड़ी मिल जाए कभी चैन से. ഈ വരിയുടെ അർത്ഥം എന്താ? ദോ ഘടി മിൽ ജായേ കഭി ചൈൻ സെ. ഇത്തിരി സമാധാനമായിട്ട് ഒരു 2 നിമിഷം കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. എപ്പോഴും രാത് ദിൻ ഗുസർ ഗയേ പരേഷാൻ സെ. വഴക്കൂടി ഇരിക്കുമ്പോൾ എഴുതിയതാണോ? അല്ല, ഭയങ്കര ബിസി ആയിരിക്കുന്ന സമയത്ത് എപ്പോഴും പറയുന്നതാണ്. അപ്പോൾ 2 നിമിഷം എന്നെ ഒന്ന് മനസ്സിൽ എനിക്ക് ഇത്തിരി മനസ്സമാനം തരൂ. ആണോ? 2 നിമിഷം ആ തിരക്ക് ഒഴിവാക്കാനുള്ളൊരു, നമ്മുടെ ഇപ്പോൾ ഉള്ളൊരു രീതിയിൽ തിരക്ക് കൂടുതലാണല്ലോ എല്ലാവർക്കും. അപ്പോൾ ഒരു സമാധാനമായിട്ട് ചിന്തിക്കണമെങ്കിൽ നമുക്ക് കുറച്ച് സമയം വേണം എന്നുള്ളതിൻ്റെ ഒരു തിരക്കുള്ള ആള്. തിരക്ക് ശ്രീറാമിനാണ് കൂടുതൽ. പക്ഷെ ശ്രീറാമിന്റെ തിരക്ക് ഞാനും കൂടി പങ്കുചേരുന്ന രീതിയിൽ എനിക്ക് തിരക്കുണ്ടാക്കി തരും. 5 മണിക്ക് ഫ്ലൈറ്റ് ആണെങ്കിൽ 3 മണിക്ക് എന്നോട് പറയും, ബേബി എനിക്ക് വേഗം ഒരു 5 ഡ്രസ്സ് പാക്ക് ചെയ്യണം. അപ്പൊ എനിക്ക് തിരക്കായില്ലേ? ആക്ച്വലി തിരക്കിന്റെ കോൺസെപ്റ്റിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് കമ്മിയാണ്, എനിക്ക് തിരക്കേ ഇല്ല. ഇപ്പോൾ ഇവർക്കാണ് എല്ലാ വീട്ടിലത്തെ ജോലി എന്നുള്ളത് ഒരു ജോലിയായിട്ട് കണക്കാക്കി കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും ടഫ്. കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്, മ്യൂസിക് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതും വീട്ടുകാര്യങ്ങളൊക്കെ. ഒരുപാട് ക്ലാസ് എടുക്കാറില്ല. ഒരു ദിവസം ഒരു ബാലൻസ്ഡ് ആണ്. കുട്ടി മോനെ പഠിപ്പിക്കണം, മോൻ നന്നായി പാടും. അപ്പോൾ അവന് ഒരു മോനേ ഉള്ളൂ? ഒരു മോള്. അപ്പോൾ അവന് സമയം വേണം. പിന്നെ പ്രധാനപ്പെട്ട മോൾ എന്ത് ചെയ്യുന്നു? മോൾ നന്നായിട്ട് വരയ്ക്കും, പെയിന്റ് ചെയ്യും. 5th സ്റ്റാൻഡേർഡ് ആണ് അവള്. അതെയോ? അനഘ. അവള് നന്നായി ഹെൽപ്പ് ചെയ്യും എന്നെ. ഇവര് 2 മാക്സിമം ദ്രോഹിക്കും എന്നെ. ഇപ്പൊ കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. നിങ്ങള് വീട്ടിലിങ്ങനെ എല്ലാവരും ഇരുന്ന് പാടും? എപ്പോഴും പാട്ടാണ്, എപ്പോഴും എന്തെങ്കിലും സംസാരിക്കണം. ഞാൻ ഈ ശബ്ദം ഉണ്ടാക്കും വീട്ടിൽ പാത്രങ്ങൾ കൊണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് സൈലന്റ് ആവും. അപ്പൊ എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയും. ഈ സ്കൂളിൽ നമ്മൾ മാഷുമാർ വടിയോട്ട് ഇങ്ങനെ അടിക്കില്ലേ, അതുപോലെ നമ്മൾ പാത്രത്തിൽ അപ്പൊ നമ്മൾ സൈലന്റ് ആവും. അത് എപ്പോഴും ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റ്സ് വായിക്കും. മൃദംഗം, മിക്കവാറും എല്ലാ ശബ്ദമുള്ള ഇൻസ്ട്രുമെന്റ്സാ.
ഷേണായി, വീട്ടിലില്ലാത്ത ഇൻസ്ട്രുമെന്റ്സ് ഒന്നുമില്ല. ഷേണായൊക്കെ വായിച്ചാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക, എത്ര ശബ്ദമായിരിക്കും അതിന്. പുതിയ ഇൻസ്ട്രുമെന്റ് നമുക്ക് എന്താ വെച്ചാൽ പിന്നെ ബാംബൂ സാക്സ്, അങ്ങനെ എന്തൊക്കെ കയ്യിൽ കിട്ടുക. വിൻഡ് ഇൻസ്ട്രുമെന്റ്സിന്റെ എല്ലാ കാറ്റഗറിയും കണ്ണു കാണുന്ന ഒക്കെ ഒരു കളക്ഷൻ ഉണ്ട് ശ്രീറാമിന്റെ അടുത്ത്. അതെല്ലാം പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യും. ഇതിന്റെ ഇടയിൽ കൂടെ വഴക്കും നടക്കും? വഴക്ക് മ്യൂസിക്കലി ഇല്ല. ഇല്ല. ഞാൻ കുറെ നേരം പറഞ്ഞിട്ട് കേൾക്കാത്ത സമയത്ത് ഞാനൊന്ന് ഒച്ച വെക്കും, ഇതെടുത്ത് വെക്കാൻ എത്ര നേരമായി പറയുന്നത്. അങ്ങനെയുള്ള ശബ്ദങ്ങളേ ഉള്ളൂ. എന്താണ് ഒരു ഭർത്താവ് എന്ന നിലയിൽ ദേഷ്യം പിടിപ്പിക്കുന്ന കാര്യം? എന്താ ദേഷ്യം പിടിപ്പിക്കുന്നവരെ? കുളിക്കാൻ. നമുക്കവിടെ ഒരു മ്യൂസിക് കൊടുക്കാട്ടോ. അല്ലല്ല, അത് തീർച്ചയായിട്ടും കൊടുക്കണം. ഇതൊക്കെ ചുമ്മാട്ടോ. അതായത് ഞാൻ രാവിലെ നേരത്തെ പറഞ്ഞിട്ടാത്തൊന്നും ആരും കേൾക്കണ്ടോ, ശ്രീറാം കുളിക്കില്ല. അല്ല, അങ്ങനെയല്ല പറഞ്ഞത്. കുളിക്കും. അതായത് നമ്മുടെ ആ സമയനിഷ്ഠയിലില്ല. അവർക്ക് സാധനം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്ലൂട്ട്, ഇപ്പം ടിഫിൻ വേണം എന്ന് പറയും, ടിഫിൻ എടുത്ത് വെക്കുമ്പോഴേക്കും ഇൻസ്ട്രുമെന്റ്സ് പിന്നെ ഇൻസ്ട്രുമെന്റ്സ് കയ്യിലെടുക്കും. അപ്പൊ പിന്നെ നമ്മുടെ ആയി കുളിച്ചിട്ട് ടിഫിൻ കഴിക്കുന്നുള്ളൊരു എക്സ്പെക്ടേഷൻ കഴിഞ്ഞില്ലേ. അപ്പം ദോശയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ എനിക്ക് ചൂടായിട്ട് കൊടുക്കുന്ന ഇഷ്ടം. അപ്പൊ ഒരു 4-5 പ്രാവശ്യം കത്തിക്കും, അടുപ്പണയ്ക്കും, അങ്ങനത്തെ. പിന്നെ രാത്രി കാല് കഴുകുക. ഇതിങ്ങനെ കല്ല് വരച്ച് കഴുകാൻ വേണ്ടിട്ട് ബാത്റൂമിൽ ഒരു വലിയൊരു ഈ അനങ്ങാപ്പാറ എന്ന് പറഞ്ഞൊരു വലിയൊരു പാറ കൊണ്ട് അത്രയൊന്നും ഇല്ല കേട്ടോ. അപ്പൊ അതിൽ വരച്ച് കഴുകിയിട്ട് വേണം കാല് അത്രയും ഇതായിരിക്കണം, കാലിന്റെ അടി വന്നിട്ട് വളരെ വെളുപ്പായിരിക്കണം. അപ്പൊ എനിക്കെന്ന് വെച്ചാൽ എനിക്ക് ഇത് കഴുകാനുള്ള ഇത് ബുദ്ധിമുട്ടല്ല, പക്ഷെ ആ സമയത്ത് നമ്മൾ വേറെ എന്തെങ്കിലും ആലോചിച്ചുകൊണ്ട് വന്നിട്ട് ഇന്ന് അവള് നോക്കില്ലെന്ന് തോന്നുന്നുണ്ട് പോയി കിടന്നാൽ പിന്നെ ഉറപ്പാ ചീത്ത. ഈ 2 കാര്യങ്ങളാണ് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട എനിക്ക് ചീത്ത കിട്ടുന്നത്. പക്ഷെ അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ. പിന്നെ അത് സിസ്റ്റമാറ്റിക് ആയിട്ട് ഇരിക്കുന്നത് ശ്രീറാമിന് അതൊരു വലിയൊരു പ്രശ്നമല്ല. എനിക്ക് ഭാഗ്യം, കാരണം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം എനിക്കൊരു രോഗം ഉണ്ടെന്ന് ഇവർ കണ്ടുപിടിച്ചു. ഡിസ്ലെക്സിയ എന്നാണ് അതിന്റെ പേര്. അതായത് അതിപ്പോ എന്താ അതെന്റെ മോള് കണ്ടുപിടിച്ചതാ. ഈ ശ്രദ്ധക്കുറവ്, ഒരു കാര്യം ചെയ്തോണ്ടെങ്കിൽ വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ല, അങ്ങനെ ഒരു രോഗം ഉണ്ട് അത്ര. അപ്പൊ ഒരു രോഗം ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ രക്ഷപ്പെട്ടല്ലോ, പിന്നെ അത് രോഗത്തിന്റെ ചോട്ടിലാണെന്ന് പറയാറ്. അതിൽ കൊണ്ടിടാം എല്ലാം അല്ലേ, മറന്നുപോയതാണ്. അങ്ങനെ ഒരു ഇത്. പിന്നെ മാത്രമല്ല, കുറച്ചൊക്കെ നമ്മളുടെ കയ്യിലിരിപ്പും കൊണ്ടാണ്. കാരണം എനിക്കിതൊന്നും അങ്ങനെ പറയാനോ അല്ലെങ്കിൽ ഇതൊന്നും, നമുക്കൊരു ഫ്യൂഷനാണല്ലോ കല്യാണം എന്ന് പറയുന്നത്. സ്റ്റേജിൽ സാധാരണ മ്യൂസിക്കൽ ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്ന ആളുകളും എല്ലാവരും കൂടി ചേർന്നിട്ട് ഏതോ ഒരു സ്ഥലത്ത് അവർ ഒരുമിക്കുകയാണ്. അല്ലാതെ അങ്ങനെ പെട്ടെന്ന് ഇത് നീ വായിക്കുമ്പോൾ ഞാൻ അങ്ങനെ ഒരു ഓർഡറൊന്നും ആ പെർഫോം ചെയ്യുന്നതായിരിക്കും ഉണ്ടാവില്ല. അതുപോലെയാണ് ലൈഫും. എവിടെയോ ഒരു സ്ഥലത്ത് വെച്ച് അവർ സിങ്കർണൈസ് ആവും. ആ സിങ്കർണൈസ് ആവുന്നത് വരയ്ക്കും പൊറുക്കാനുള്ള ക്ഷമയും, സിങ്കർണൈസ് ആയ ശേഷം ആ ശ്രുതി കൊണ്ടുപോകാനുള്ളൊരു ക്ഷമയും ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു പോകും. തീർച്ചയായിട്ടും. പിന്നെ അതിനിടയ്ക്കിടയ്ക്ക് ഈ വൈറസുകൾ കയറി കൂടുമല്ലോ. അതുകൊണ്ട് നമുക്ക് ആ വൈറസ് കയറി കൂടാതിരിക്കാനുള്ള ശ്രദ്ധയും ഉള്ളതൊക്കെ ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടു പോകും. ശരിക്കും നിങ്ങളൊക്കെ ഇപ്പോൾ ഷൂട്ടിങ്ങിന് മുമ്പ്, നമ്മളിപ്പോൾ ഇത് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളോട് സംസാരിച്ചപ്പോൾ നിങ്ങൾ വളരെ ഒരു ഫ്രണ്ട്ലി ആയ ഹസ്ബൻഡ് ആൻഡ് വൈഫാണെന്ന് എനിക്ക് തോന്നി, അല്ലേ? നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. അതിനെ കല്യാണമായിട്ട് മാറ്റി കൺവെർട്ട് ചെയ്തേ ഉള്ളൂ. ഞാനും ബേബിയുമായിട്ട് ഇവിടെ ട്രിവാൻഡ്രത്തിലൊരു യുവദർശനം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് 2 പേർക്കും യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് കിട്ടിയിരുന്നുള്ളൂ ഈ കോമ്പറ്റീഷനിൽ, മ്യൂസിക് കോമ്പറ്റീഷൻ. അങ്ങനെയാണ് ഞങ്ങൾ കണ്ടുമുട്ടുന്നത്. ദാറ്റ് വാസ് അവർ ഫസ്റ്റ് ദൂരദർശൻ കേന്ദ്രത്തിൽ വെച്ചിട്ട്. അപ്പൊ ഞങ്ങൾ 2ആളും ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണ്, 2 ഒരേ വയസ്സാണ്. അതെ. അപ്പോൾ അതിനുശേഷം വന്നിട്ട് അതുവരെയ്ക്ക് എനിക്ക് മ്യൂസിക്കിനകത്ത് എത്രത്തോളം കോൺസെൻട്രേഷൻ ഉണ്ടായിരുന്നു അതിൻ്റെ ഡബിൾ ദി പവറായിരുന്നു. എനിക്ക് അത്ര വളരെ ഷോർട്ടായിട്ട് ഞാൻ പറയുന്നത്, എനിക്ക് അങ്ങനെ ലോങ് ആയിട്ട് പറഞ്ഞ് നമുക്കൊരു 2020 മാച്ച് പോലെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അത് കാരണം അതിനുശേഷം ഇയാളെ പരിചയപ്പെട്ടു. അപ്പോൾ എനിക്ക് ഓമനക്കുട്ടി ടീച്ചർ, ഇതിനു മുമ്പ് ഓമനക്കുട്ടി ടീച്ചറുണ്ട്, അഞ്ചി ചേട്ടൻ്റെ സിസ്റ്റർ. അപ്പോൾ ഓമനക്കുട്ടി ടീച്ചർ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു ഞങ്ങളുടെ. അപ്പോൾ എപ്പോഴും പറയായിരുന്നു, ശ്രീറാം ബേബി എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റുഡൻ്റ് ഉണ്ട്, അവർ എപ്പോഴെങ്കിലും താൻ ഒന്ന് മീറ്റ് ചെയ്യണം കേട്ടോ എന്ന് പറയുമായിരുന്നു കോളേജിൽ. അപ്പോൾ ഇതാണ് ബേബി എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഈ കുട്ടി എന്തോ രാമപ്രിയ രാഗം എന്തോ പാടിക്കൊണ്ടു. അപ്പോൾ എനിക്ക് ഈ രാഗം ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ കേൾക്കാത്ത ഒരു സ്കെയിൽ ഇങ്ങനെ കേട്ടോണ്ടിരിക്കണം. അപ്പോൾ അങ്ങനെ നോക്കി പരിചയപ്പെട്ടു. അപ്പോൾ ബേബിയുടെ സിസ്റ്റർ ഉണ്ടായിരുന്നു, ഷീസ് ഓൾസോ വയലിനിസ്റ്റ്. അപ്പോൾ എനിക്ക് എന്തോ അന്ന് വയലിൻ വായിക്കാൻ പറ്റുമോ, ഒരാൾ വേണമെന്ന് ചോദിച്ചു. അപ്പം അങ്ങനെ ജയശ്രീ ആയിരുന്നു അന്ന് വയലിൻ വായിച്ചത്. അപ്പം അങ്ങനെയാണ് പരിചയപ്പെടുന്നത്.
അതിനുശേഷം വന്നിട്ട് ഞങ്ങളൊരു ഒരുപാട് വർഷം വളരെ നല്ല മ്യൂസിക്കലി ഒരുപാട് ലെറ്റേഴ്സ് ഉണ്ട് ഇപ്പോഴും. ലെറ്റർ മുഴുവൻ മ്യൂസിക്കൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ നൊട്ടേഷൻ, ഫ്രണ്ട്ഷിപ്പ് വേറൊന്നും സംസാരിക്കാനില്ല. ദൈവം സഹായിച്ച് എനിക്ക് പ്രണയം വന്നിട്ടില്ല. അല്ല, പ്രണയത്തിന്റെ അല്ല, കാരണം സബ്ജക്റ്റ് ഉണ്ടല്ലോ. ഇപ്പോൾ ഒരാൾക്ക് സംസാരിക്കാനുള്ള സബ്ജക്റ്റ് എന്ന് പറയുന്നത്, എനിക്ക് ബേബിയോട് സംസാരിക്കാനുള്ള സബ്ജക്റ്റ് സംഗീതം മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ ജനിച്ചു വളർന്ന ഭയങ്കര സ്ട്രിക്റ്റ് ഓർത്തഡോക്സ് ഫാമിലിയാണ്. എനിക്കും വേറൊരു സബ്ജക്റ്റും അറിയില്ല. എൻ്റെ ഈ അറിവിന്റെ പരിമിതി കാരണമാണ് ശ്രീ മ്യൂസിക് മാത്രം എന്നോട് സംസാരിക്കാൻ തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു. ഭയങ്കര ഓർത്തഡോക്സ് ഫാമിലിയാണ്. ഈ ഇങ്ങനെ ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ പോലും ഇങ്ങനെ അതൊന്നും അത് പിന്നെ ശ്രീറാമിന് വേറെ ഒന്നും എഴുതില്ല. ഞാൻ ഈ കത്തൊക്കെ വായിച്ചിട്ട് ടേബിളിൽ തന്നെ ഉണ്ടാവും. എല്ലാവർക്കും വായിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ലെറ്റേഴ്സ് ആയിരിക്കും. പിന്നെ ഞാൻ ശ്രീറാമിന് മാത്രമല്ല, എനിക്ക് ഒരുപാട് ഫ്രണ്ട്സിന് ഞാൻ ലെറ്റർ എഴുതുമായിരുന്നു. എനിക്ക് ലെറ്റർ എഴുതാൻ വലിയ ഇഷ്ടമാണ്. ഒരു 6 പേപ്പറൊക്കെ ആയിരിക്കും വരിക. ഞാൻ നല്ല നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, എനിക്ക് ഈ ഡിസ്ലെക്സിയുടെ പ്രശ്നം ഉള്ളതുകൊണ്ട് ചിലതൊക്കെ ആരോ ഒക്കെ ഇട്ടിട്ടാണ്. അതായത് അപ്പോൾ പറഞ്ഞത് ആ ഒരു ഗാന്ധാരത്തിന്റെ സ്വരം എന്നുകൊണ്ട് ആരോ നേരെ ഇങ്ങോട്ട് വരും. കംപ്ലീറ്റ് ബ്രാക്കറ്റ് മാരോ ഇങ്ങനെ കംപ്ലീറ്റ് ഒരു വാഗൺ ട്രാജഡി ഒക്കെ നടന്ന പോലെ ഉണ്ടാവും ലെറ്റർ കാണുമ്പോൾ. അത് പഠിക്കണമെങ്കിൽ എഴുതണ്ടല്ലോ. അത് മടി, എഴുതാൻ മടി. മേളിൽ പറഞ്ഞ ലെറ്ററേ. പിന്നെ എനിക്ക് കണക്ക്, മ്യൂസിക്കൽ മാത്തമാറ്റിക്സ് എന്ന് അറിയില്ല. ഇപ്പം ഇതൊക്കെ ഒരു കണക്കാണ്. ഇതൊക്കെ ശ്രീ മാത്സ് ആയിട്ട് എഴുതി വിടുമായിരുന്നു ലെറ്ററിൽ. അപ്പം ഞാൻ അതിനെ ചിട്ടപ്പെടുത്തിയിട്ട്, അന്ന് പിന്നെ ഈ ഫോൺ കോളൊക്കെ ഭയങ്കര കോസ്റ്റ്ലിയാണ്. ഇവിടുന്ന് പാലക്കാടൊക്കെ STD ആണ്. അതുകൊണ്ട് ഫോണിലൊന്നും സംസാരിക്കാൻ പറ്റില്ല. ഇത് ഇങ്ങനെ ചിട്ടപ്പെടുത്തി, മിസ് കോളില്ല, മൊബൈലില്ല, ഒന്നുമില്ല. അപ്പം ചിട്ടപ്പെടുത്തി ഞാൻ പാടിയിട്ടുണ്ട്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കല്യാണത്തിന് 10-15 ദിവസം മുമ്പ് ഒരു കച്ചേരിക്കുള്ള കോർവ എനിക്ക് ലാസ്റ്റ് ലെറ്ററിൽ അയച്ചിട്ടുണ്ട്. ഇപ്പോഴും ആ ലെറ്റർ ഞാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് കല്യാണത്തിന് നല്ല ശരിയായെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഇത് മറ്റുള്ളവർ വേറെ എന്തെങ്കിലും ആയിരിക്കും വിചാരിക്കണം. നിരന്തരം ഇത്തരം ഡിസ്കഷൻസും കൂടിക്കാഴ്ചകളും ഒക്കെയാണോ ഒരു ഫൈനൽ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാന്നുള്ള ഡിസ്കഷൻ? അല്ല, അത് ശ്രീറാമിന്റെ അമ്മയ്ക്ക് വലിയ ഇഷ്ടമായിരുന്നു എന്നെ. അപ്പം ശ്രീയുടെ അമ്മ പറഞ്ഞു, എനിക്ക് തോന്നുന്നു നിനക്കൊണ്ട് ശ്രീറാമിനെ മാനേജ് ചെയ്യാൻ പറ്റുന്നു. അപ്പൊ ഞാനും ശ്രീ 3 മാസത്തെ വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ ഞാൻ എപ്പോഴും വാടോ പോടോ എന്നൊക്കെ വിളിക്കുന്നത്. നമ്മുടെ വീട്ടിലാണെങ്കിൽ അങ്ങനത്തെ ഒരു കൾച്ചറേ ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു, ഇത് മാമി, ഇത് എനിക്ക് അങ്ങനെ ഒന്ന് കാണാനേ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അവൻ നീ കുറെ സമയം എടുത്ത് ലവ് ചെയ്തു, എന്നിട്ട് നീ കല്യാണം കഴിച്ചാൽ മതി പറഞ്ഞു. വീട്ടില് അച്ഛനും ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ ഇയാൾക്ക് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. ജാതകം പരിപാടികളൊക്കെ നോക്കാം. എനിക്കാണെങ്കിൽ ഇതൊന്നും യാതൊരു വിധത്തിലുള്ള വിശ്വാസമില്ല. അപ്പൊ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ അപ്പൊ ഇയാളായിട്ട് ഏറ്റവും ക്ലോസ് ഞാനാണല്ലോ. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, പിന്നെ അവർക്ക് ഒരു പേഴ്സണൽ ആയിട്ട് ശ്രീറാം എന്നെ ആരുമായിട്ട് ലൈൻ അല്ല എന്നൊന്നും കൺഫേം ചെയ്യാൻ അങ്ങനെ ഒരു ദുരുദ്ദേശം ഉണ്ടായിരുന്നു ഇയാൾ പറഞ്ഞിട്ടാണ് എനിക്ക് അറിയുന്നത്. അപ്പൊ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അത് ആ ജാതകം ഒന്നും ചേർന്നില്ല, അങ്ങനെയൊക്കെ പോയി. പിന്നെ ഇവര് അന്വേഷിച്ചപ്പോൾ ഞാൻ ജാതകം ചേർന്നിട്ട് ഞാൻ കല്യാണം കഴിക്കുള്ളൂ. അവസാനം എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഇതാണ് അന്ന് ഞാൻ പറഞ്ഞാൽ കേട്ടില്ല എന്നൊരു തോന്നൽ വരരുതല്ല. അപ്പം അതൊക്കെ നോക്കി അമ്മയാണ് എനിക്ക് ജാതകം അയച്ചു തന്നത്. ശ്രീറാമിൻ്റെ അമ്മ പ്രപ്പോസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഒരു മോനാണ്, നിങ്ങൾ നല്ല പ്രപ്പോസൽ ചെയ്യാൻ നിങ്ങൾക്ക് നല്ലോണം കല്യാണം കഴിപ്പിച്ച് തരാൻ പറ്റുന്ന ഒരു ഫാമിലിയിൽ നിന്ന് ഒരു പെൺകുട്ടി കിട്ടും. അപ്പം അമ്മ പറഞ്ഞു, എനിക്ക് അതൊന്നും താല്പര്യമില്ല, എനിക്ക് നിന്നെ മതിയെന്ന് ഞാൻ മനസ്സിനോട് തീരുമാനിച്ചു. ഇപ്പം എൻ്റെ കയ്യിലുള്ള സ്വർണ്ണമൊക്കെ നിൻ്റെതാ. അപ്പം അതൊരു ഭയങ്കര മോഡറേറ്റ് ആയിട്ടുള്ള ഒന്നുമില്ലായിരുന്നു. എൻ്റെ കയ്യിൽ ഒരു ആകപ്പാടെ 5 പവൻ സ്വർണ്ണ ഉണ്ടായിരുന്നുള്ളൂ കല്യാണത്തിന്. ഡൗറി ഇല്ല. പിന്നെ നമുക്ക് നമ്മുടെ ആചാരത്തിൽ ഈ വെള്ളി പാത്രങ്ങളൊക്കെ ഒരുപാട് കൊടുക്കണം, നിർബന്ധമല്ലേ? അതൊക്കെ പിന്നെ എൻ്റെ അച്ഛന് നിർബന്ധം ഉണ്ടായിരുന്നു, നല്ല മക്കളെ കിട്ടിയിട്ട് നല്ലോണം കല്യാണം കഴിച്ചു കൊടുക്കണം. അപ്പൊ കല്യാണം നന്നായി കല്യാണം കഴിച്ചു കൊടുത്തു. പിന്നെ അങ്ങനെ ഡൗറി ഒന്നും ഇല്ലാത്തതുകൊണ്ട് വളരെ സിമ്പിൾ ആയിരുന്നു. ഇന്നൊക്കെ 7 ദിവസം കല്യാണം നടന്നില്ലേ? ഇല്ല 7 ദിവസം ഒന്നും ഇപ്പൊ ഒന്നും ഇല്ല. 4 ദിവസം, 2 ദിവസം. ആ 2 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ ഡൗൺ ആയി പോകും. പക്ഷെ നല്ല ഇൻട്രസ്റ്റിംഗ് അല്ലേ? ബ്രാഹ്മിൻസിന്റെ എത്രയൊക്കെ കാണാൻ ഗംഭീരമാണ്. ഇരുന്ന് നോക്കണം, അപ്പോഴൊക്കെ കൂടി അടിച്ചിട്ടേ അത് ഭയങ്കര പ്രശ്നമാണ്. കണ്ണൊന്നും കാണില്ല നമുക്ക്. എന്നിട്ട് നമ്മുടെ കോളേജിൽ നിന്നുള്ള ടീച്ചേഴ്സ് ഒക്കെ വന്നിട്ട്, എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, CK ലീലാമ്മ ടീച്ചർ പറയാം, ഇവനിങ്ങനെ അടങ്ങി 3 മണിക്കൂർ ഇരിക്കുന്ന കാണാൻ വേണ്ടിയിട്ട് ഞാൻ കല്യാണത്തിന് വന്നതാണ്. എന്റെ ടീച്ചറായിരുന്നു. അവിടെ ഇരുന്ന് പാട്ട് പാടിയോ? അത് ഞങ്ങളുടെ ടീച്ചർമാർക്ക്, എന്റെ കോളേജിലുള്ള ടീച്ചർമാർക്ക് മുഴുവൻ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് അവർക്ക് വിശ്വാസമായിട്ടില്ല ഞാൻ. കാരണം രണ്ടുപേരും ഒരേ ഏജ് ആണ്. അപ്പം എനിക്ക് കല്യാണം കഴിക്കാനുള്ള പ്രായം ആയിട്ടില്ല. സോ 22 ഇയേഴ്സ് 23 ഇയേഴ്സിൽ മാരേജ് ചെയ്തു.
അതുകൊണ്ട് ഈ ചെക്കനെ ഞാനേ നോക്കണം. 23 കല്യാണം കഴിച്ചോ? അച്ഛൻ പറയും ഇനി 3 കൊല്ലം കൂടി, ശ്രീറാമിന്റെ അച്ഛൻ പറയും 3 കൊല്ലം കൂടി കഴിഞ്ഞാൽ ഇനി നിന്റെ അച്ഛന്റെ മോനാണെന്ന് പറയരുത്, നീയാണ് വളർത്തിയത്, അതുകൊണ്ട് എന്നെ പരാതി പറയരുത് പറയും. അതെന്താ കാരണം വെച്ചാൽ അതുവരെയ്ക്ക് തന്നെ വീട്ടുകാർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയ വലിയ ഭാഗ്യമാണ്. 23 വയസ്സിലെ ഒരു ആൺകുട്ടി കല്യാണം കഴിക്കാൻ പ്രാപ്തനാണോ? അല്ല, എനിക്ക് അങ്ങനെയൊന്നും അറിയില്ല. ഞാനിതിപ്പോ ഈ ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ മാറിയപ്പോ ഞാൻ ഒരു അച്ഛനോട് ചോദിച്ചു എനിക്കൊരു കല്യാണം കഴിച്ചാൽ. അപ്പൊ അച്ഛൻ്റെ അടുത്ത് ഈ ചാപ്റ്റർ ഒന്നും അവതരിപ്പിച്ചില്ല. അപ്പൊ ഞാൻ അച്ഛൻ ഇങ്ങനെ എങ്ങനെയാ വെച്ചാൽ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ വിശ്വേശ്വരയ്യ എന്ന് കേട്ടില്ല, അദ്ദേഹം നടക്കുമ്പോൾ ക്ലോക്ക് ശരിയാക്കും ആളുകൾ, അത്രയും കേട്ടില്ല വിശ്വേശ്വരയ്യ എന്ന് പറഞ്ഞാൽ. അതുപോലെയാണ് എൻ്റെ അച്ഛൻ്റെ ദിനചര്യകൾ, അത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. അപ്പം പുള്ളി ഏകദേശം ഏത് സമയത്ത് എങ്ങനെ എന്തൊക്കെ മൂഡിലായിരിക്കും എന്നൊക്കെ അറിയാം. അപ്പം ഞാൻ അച്ഛനോട് കാഷ്വലായിട്ട് ചോദിച്ചു, വളരെ ഫ്രണ്ട്ലിയാണ് വീട്ടിലും, എനിക്കൊരു കല്യാണം കഴിക്കണമെന്ന്. ഓ അത് ശരി, അത്രയ്ക്കായോ? അപ്പൊ അച്ഛൻ നീ എന്തേ പറഞ്ഞു കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ നിനക്ക് അറിയോ, നീ നിന്റെ ഇപ്പം ഇന്നത്തെ ഡെയിലി നീ ആ തോർത്തുമുണ്ട് അവിടെ ഉണക്കാനിടാമെന്ന് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ട് നീ ഇന്ന് ആ ചെയറിലാണ്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ആ ചെയറിന്റെ മുകളിൽ ഇടരുത്, ഇതൊക്കെ ആദ്യം ശരിയാക്കുക എന്നിട്ട് മതി നീ കല്യാണമൊക്കെ. എന്നിട്ട് അച്ഛൻ തമാശ പറഞ്ഞ അയച്ചു. ഞാനാണെങ്കിൽ ഇത് അയ്യേ മോശമായി, നമ്മൾ പറഞ്ഞതിൻ്റെ ആ വെയിറ്റ് അത്ര കുറഞ്ഞു പോയോ എന്ന് പറഞ്ഞാൽ ഞാൻ കുളിക്കാനും പോയി കുളത്തിലേക്ക്. തിരിച്ചു വരുമ്പോഴേക്കും ഇവിടെ ഭയങ്കര അമ്മയും അച്ഛനായിട്ട് അമ്മയ്ക്ക് ആഗ്രഹമുണ്ട്. അമ്മ പറഞ്ഞു അമ്മയ്ക്ക് തീരെ വയ്യ, അമ്മയ്ക്ക് ഒരു വല്ലാത്ത ഷുഗറൊക്കെ ആയിട്ട് കുറച്ച് പ്രശ്നമായിരുന്നു അമ്മയ്ക്ക്. അപ്പൊ അമ്മ അച്ഛനോട് പറഞ്ഞു ഒരു രക്ഷമില്ല, അങ്ങനെ സംഭവം റെഡിയാക്കാം. കാരണം 23 പറയണത് എനിക്ക് മാരേജ് ഏജ് ആണല്ലോ, പെൺകുട്ടികൾക്ക് അത്. അപ്പൊ എനിക്ക് ഒരുപാട് പ്രപ്പോസൽ വരാൻ തുടങ്ങി വീട്ടില്. അപ്പം ഇവര് പ്രപ്പോസ് ചെയ്താലേ നടക്കും. ഡ്രിങ്ക്സ് കഴിച്ചോണ്ടിരുന്നു. ഡ്രിങ്ക്സ് വലിയൊരു ചാപ്റ്ററാണ്. അതായത് ഞാൻ പറഞ്ഞ ഒരു സാധനത്തിനകത്തേക്ക്. അതാണോ എന്നോട് പറഞ്ഞത് സൊസൈറ്റിക്ക് എനിക്കൊരു മെസ്സേജ് കൊടുക്കാനുണ്ട്? തീർച്ചയായിട്ടും ദാറ്റ് ഇസ് എ മെയിൻ തിങ്. ഇവിടെ വരാനുള്ള ഒരു പ്രധാന കാരണം അതാണ്. ബാക്കിയെല്ലാം എല്ലാവർക്കും അറിയാം നമ്മുടെ ഫാമിലിയും. ബട്ട് സ്റ്റിൽ പക്ഷെ എനിക്കതൊരു പുതിയ അറിവാട്ടോ. ഞാൻ മീഡിയയിൽ കണ്ട എനിക്ക് അങ്ങനെ സങ്കല്പിക്കാൻ പറ്റിയില്ല. സങ്കല്പിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ഇതുപോലുള്ള ഒരു സെലിബ്രിറ്റി ലൈഫിനകത്ത് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ചിലതൊക്കെ രക്ഷപ്പെട്ടു പോവും, ചിലതൊന്നും കാണാതെ പോവും, ചിലത് പിന്നെ മരിച്ച ശേഷമായിരിക്കും പറയാം. ഇത് എന്തായാലും എനിക്ക് ആ ഒരു ദൗർഭാഗ്യം വന്നില്ല. ഔട്ട് ഓഫ് ദ കൺട്രോൾ ആയിരുന്നു? ഔട്ട് ഓഫ് ദ കൺട്രോൾ അല്ല, വെച്ചടി കയറ്റമായിരിക്കും. കാരണം ഇപ്പൊ ഡ്രിങ്ക് കഴിക്കുന്ന ഹാബിറ്റ് എന്ന് പറയുന്നത് വെച്ചടി കയറ്റുന്നത്. അത് എനിക്ക് ശ്രീറാമിന്റെ ബേസിക് ക്യാരക്ടർ അതാണ് ഭാഗ്യം ചേച്ചി. അതായത് കീബോർഡ് വായിക്കാൻ നിന്നാൽ ആ കീബോർഡിന്റെ ഫെസിലിറ്റീസ് മുഴുവൻ സ്റ്റഡി ചെയ്തിട്ട് ശ്രീ അവിടെ നിന്ന് എണീക്കുള്ളൂ. ആ ഫ്ലൂട്ട് വായിക്കാൻ നിന്നാൽ ഫ്ലൂട്ട് പിന്നെ അത് അത്രയും നേരം വായിക്കും. ആ ഫ്ലൂട്ടിന്റെ ആ ട്യൂണിങ് ഒക്കെ. പിന്നെ ഊണ് വേണ്ട, ചോറ് വേണ്ട, ഉറക്കം വേണ്ട. ഒരു ഹാബിറ്റ് എപ്പോൾ തുടങ്ങിയത്? അത് ഈ നമ്മള് കോളേജിൽ പഠിക്കുന്ന സമയത്ത് പ്രോഗ്രാമിനൊക്കെ പോകുന്ന സമയത്ത് ഇതുപോലെ എപ്പോഴെങ്കിലുമൊക്കെ സുഹൃത്തുക്കളൊക്കെ കൂടി ഇരിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ പൂർണ്ണ രൂപം ഉണ്ടല്ലോ, ഈ വിശ്വരൂപം എന്നൊക്കെ പറയില്ലേ, ആ ലെവലിലേക്ക് എത്തിയത് ഈ നമ്മളുടെ ഈ ലൈഫിൽ കരിയറായിട്ടുള്ള ഫ്രസ്ട്രേഷൻസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു മ്യൂസിക് ഡയറക്ടർ വിളിക്കുകയാണ് നമ്മളുടെ അടുത്തുനിന്ന്, നമ്മളെ കൊണ്ട് കുറേ ട്യൂൺസ് പാടിപ്പിക്കും. അത് ചില ട്യൂണൊക്കെ എടുത്തിട്ട് അവർ പാട്ടാക്കി മാറ്റിയിട്ട് ചിലപ്പോൾ ആ പാട്ടിന് സ്റ്റേറ്റ് അവാർഡ്, നാഷണൽ അവാർഡൊക്കെ കിട്ടും. നമ്മളായിരിക്കും ട്യൂൺ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ആ പേയ്മെൻറ്റ് വാങ്ങിക്കാൻ നമ്മളൊരു 4-5 പ്രാവശ്യം ഏത് ഈ ട്യൂൺ ചെയ്യാൻ ഇട്ടിരുന്നുണ്ട് അതിൻ്റെ പേയ്മെൻറ്റ് ഉണ്ടല്ലോ, അത് വാങ്ങിക്കാൻ നമ്മുടെ കയ്യിൽ കിട്ടാൻ കുറച്ച് ഇതൊക്കെ ഓരോ കാരണങ്ങളായിരിക്കാം. ഞാൻ പറയണത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും നമുക്ക് അപ്പം തോന്നും ആ കാശ് കിട്ടിയില്ലേ നമുക്ക് പിന്നെ എന്താണെന്നുള്ളത്. ഇതിൻ്റെയൊക്കെ ഫ്രസ്ട്രേഷൻ ഉള്ളിൽ കിടന്ന് റൗണ്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇത് പച്ച മലയാളത്തിൽ പറഞ്ഞ 2 എണ്ണം വിട്ടു കഴിഞ്ഞാൽ നമുക്കൊരു സുഖം കിട്ടും എന്നുള്ള ഒരു നല്ല ഉപദേശവും നമുക്ക് കിട്ടും ആ സമയത്ത്. അപ്പോൾ പിന്നെ അവിടെ നിന്ന് അങ്ങ് തുടങ്ങുകയാണ്. പിന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എൻ്റെ കൂടെ മദ്യപിച്ചിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കൾ ആരോട് ചോദിച്ചു കഴിഞ്ഞാലും ഈ മ്യൂസിക് എങ്ങനെയെങ്കിലുമൊക്കെ കറങ്ങി തിരിഞ്ഞ് മ്യൂസിക്കിനകത്തേക്ക് വരും. മ്യൂസിക്കിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അതിന് വെളിയിൽ പോകാൻ അറിയില്ല. അപ്പോൾ ഈ ഡ്രിങ്കും മ്യൂസിക്കും ആയിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോവുകയാണ്. അങ്ങനെ ആയി ഞാൻ ഒരുപാട് സഫർ ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ സ്ലോലി എൻ്റെ മ്യൂസിക് എന്നെ കൈവിട്ട് പോവുമോ. അടയാറിൽ ഇതുപോലൊരു ഹോസ്പിറ്റലുണ്ട്, ടിടികയുടെ ഡി അഡിക്ഷൻ സെൻറ്റർ. ഞാനവിടെ ടിടികയുടെ ഡി അഡിക്ഷൻ സെൻറ്ററിൽ പോയിട്ട് ഞാൻ ഡോക്ടറെ പോയി കണ്ടു. അപ്പോൾ കാണുമ്പോൾ പ്രശ്നമൊന്നും, ഈ മദ്യപിക്കുന്നവർക്ക് ബാഹ്യമായിട്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ കണ്ണ് ചേർത്തുണ്ടാവും, അത് രാവിലെ ആയി കഴിഞ്ഞാൽ ശരിയായിക്കോളും, അങ്ങനത്തെ ഇതൊക്കെയാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ അവർക്ക് ഭയങ്കര അത്ഭുതം, എന്താണ് തനിയെ വന്നിരിക്കണം, എന്താ വാട്ട് ഈസ് യുവർ പ്രോബ്ലം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു എനിക്കിതുപോലെ മദ്യം ഒരു അഡിക്ഷനായിട്ട് മാറിയോ എന്ന് എനിക്കൊരു സംശയം. അപ്പോൾ എനിക്കതൊന്ന്
ക്ലിയർ ചെയ്യണം. ഐ ഡോണ്ട് നീഡ് ടു ബി എ ഡ്രങ്കേർഡ് ഓർ എനിത്തിങ്. ഓക്കെ, കൂടെ ആരാ വന്നിരിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു കൂടെ ആരെങ്കിലും വന്നാലേ ഇവിടെ ചേർക്കുള്ളൂ. അപ്പോൾ നമുക്ക് തർക്കിക്കാനുള്ള ആ സമയത്ത് ഭയങ്കര ദേഷ്യമായിരിക്കും. നമുക്ക് എല്ലാവരും കാണുന്നവരെ ഇവരൊക്കെ ശരിയല്ല, നമ്മളാണ്, നമുക്ക് എങ്ങനെയും ഒരു മങ്ങിയ വിളിച്ചോ ഒരു ബോട്ടിൽ ഒരു ഗ്ലാസും എന്നുള്ള ലെവലിലേക്കായിരിക്കും നമ്മുടെ മനോഭാവം. എന്നിട്ട് വേണം നമുക്ക് സംസാരിക്കാൻ. അപ്പോൾ കുറച്ച് പേരുണ്ടാവും കൂടെ, കഴിഞ്ഞാൽ ലൈറ്റ് വന്നാൽ അവരൊക്കെ പോകും. സോ അങ്ങനെ ഒരു സമയത്ത് നിന്നാണ് ഇതിനകത്തേക്ക് വരുന്നത്. ദെൻ ഡോക്ടർ പറഞ്ഞു വി നീഡ് യുവർ വൈഫ്, ഷീ ഈസ് ഓൾസോ പാർട്ട് ഓഫ് ദിസ് ട്രീറ്റ്മെൻറ്റ്, അവരെ വിളിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് വിളിച്ചു. ദെൻ ഷീ ആക്ച്വലി എല്ലാവരും വിചാരിക്കും നമുക്ക് അവിടെ കൊണ്ട് തള്ളാം, ഈ കുടിക്കുന്ന ആൾക്കാരെ അവിടെ കൊണ്ട് തള്ളി നമുക്ക് രക്ഷപ്പെടാന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല. അതൊരു ശരിക്കും പറഞ്ഞാൽ രണ്ടുപേർക്കും മാനസികമായിട്ട് അവരൊരുപാട് കൗൺസിലിങ്ങും അതും ഇതും ഒക്കെ തരുന്നുണ്ട്. അവരെങ്ങനെ ഫേസ് ചെയ്യണം, എങ്ങനെ ഈ പ്രോബ്ലത്തിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ട് ഒരു സ്ത്രീക്ക് ഇരിക്കാൻ പറ്റും. ഇനി മെയിലിലും ഇയാൾ കുടിക്കുകയാണെങ്കിൽ എങ്ങനെ ഡിറ്റാച്ച്ഡ് ആയിട്ട് നമ്മളെങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റും എന്നുള്ളതൊക്കെ ഒരു കൗൺസിലിങ്ങും ക്ലാസ്സസും ഒക്കെ ഭയങ്കര സയൻറ്റിഫിക് ക്ലാസ്സസ് ഒക്കെ ഒരുപാട് വളരെ വലിയ വലിയ ആൾക്കാർ വന്ന് ക്ലാസ് എടുക്കും എവറി ഡേ. പ്രത്യേകിച്ച് ഈ ഇത് പറയാൻ കാരണം നിർത്തി കഴിഞ്ഞ ശേഷം ഒരു മാസം കഴിഞ്ഞ് വന്ന് വീമ്പളക്കുന്നതല്ല അത്. കാരണം എനിക്ക് തോന്നി ഇത് കഴിഞ്ഞ് നമ്മളൊരു 2 വർഷം കഴിഞ്ഞിട്ട് വേണം പബ്ലിക് അപ്പിയറൻസ് ചെയ്തിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ചാനലിലൂടെ ഇത് പറയണം. കാരണം പറഞ്ഞാലേ മറ്റുള്ള ആർട്ടിസ്റ്റുകൾക്കും ഒരുപാട് പേർക്ക്, ആർട്ടിസ്റ്റ് എന്ന് മാത്രമല്ല സാധാരണ താഴേക്കട ഒരു ഫാമിലി പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ കൊണ്ട് തകർന്നു പോകുന്ന ഒരുപാട്. ഒരാൾ രക്ഷപ്പെട്ട ഒരു ഫാമിലി രക്ഷപ്പെടും തീർച്ചയായിട്ടും. ഇപ്പോൾ നോക്കിപ്പോൾ ലക്ഷക്കണക്കിന് നമ്മുടെ പ്രേക്ഷകർ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് പറയുമ്പോൾ നമുക്ക് ഈ ഒരു മനസ്സിനകത്തുള്ള വിഷമവും ഇവർ ഈ കുടിച്ചോണ്ടിരിക്കുന്നവർ വിചാരിക്കണം എന്താ ഇത് ആരും കാണില്ല എന്നാണ്. പക്ഷെ ഒരുപാട് പേര് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. രോഗം വന്നാൽ ചികിത്സിച്ച് മാറ്റണം. ഇതൊരു രോഗമാണെന്ന് അറിയാൻ കുറച്ച് സമയം പിടിക്കും. കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു പാട്ട് കൂടെ പാടിയിട്ട് रामकथा सुधरस रसिक हृदय विमन्दा बलवन्दा. रामकथा सुधरस रसिक हृदय विमन्दा बलवन्दा हनुमन्द. रामकथा सुधरस रसिक हृदय विमन्द बलवन्द हनुमन्द. राम नाम जपमालालंकृत. राम नाम जपमालालंकृत. राम नाम जपमालालंकृत. नाम जपमालालंकृत. रमणीयाजित गात्र. रमणीयाजित गात्र. सीताराम कथा सुधा रस रसिक हृदय विमन्त बलवन्द. ജീവിതം ഇതുപോലെ സന്തോഷമായിട്ട് സംഗീതമയമായിട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു, അനുഗ്രഹിക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും ചേച്ചിക്കും ഒരുപാട് അനുഗ്രഹിക്കാൻ മാത്രം ഞാനൊന്നും വളർന്നിട്ടില്ല. നല്ല രീതിയിൽ തന്നെ പോട്ടെ കാര്യങ്ങൾ.